ഓം ശാന്തി 26/1/2025 അവ്യക്ത ബാപ്ദാദ റിവൈസ് കോഴ്സ് 15/12/2003. മുരളിയുടെ ടൈറ്റിലാണ് പ്രത്യക്ഷതയ്ക്കായി സാധാരണതയെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തി ദർശനീയ മൂർത്തി ആകൂ. ഇന്ന് ബാപ്ദാദ തന്റെ നാനാഭാഗത്തെയും ബ്രാഹ്മണ കുട്ടികളുടെ മസ്തകത്തിന് നടുവിലെ ഭാഗ്യത്തിന്റെ 3 നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണുകയാണ്. എത്ര ശ്രേഷ്ഠ ഭാഗ്യമാണ്! എത്ര സഹജമായി പ്രാപ്തമായിരിക്കുന്നു. ഒന്നാണ് അലൗകിക ശ്രേഷ്ഠ ജന്മത്തിന്റെ ഭാഗ്യം. രണ്ടാമതാണ് ശ്രേഷ്ഠ സംബന്ധത്തിന്റെ ഭാഗ്യം. മൂന്നാമതാണ് സർവപ്രാപ്തികളുടെയും ഭാഗ്യം. 3 ഭാഗ്യങ്ങളുടെയും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ട് ബാപ്ദാദയും ഹർഷിതമാവുകയാണ്. ജന്മത്തിന്റെ ഭാഗ്യം നോക്കൂ. സ്വയം ഭാഗ്യവിധാതാവ് ബാബയിലൂടെയാണ് താങ്കൾ എല്ലാവരുടെയും ജന്മം. ജന്മദാതാവ് തന്നെ ഭാഗ്യവിധാതാവാണ്. എങ്കിൽ ജന്മം എത്ര അലൗകികവും ശ്രേഷ്ഠവുമാണ്. താങ്കൾ എല്ലാവർക്കും ഈ ഭാഗ്യജന്മത്തിന്റെ ലഹരിയും സന്തോഷവും ഇല്ലേ? ഒപ്പം സംബന്ധത്തിന്റെ വിശേഷത നോക്കൂ. മുഴുവൻ കൽപ്പത്തിൽ ഇങ്ങനെയുള്ള സംബന്ധം മറ്റൊരു ആത്മാവിനുമില്ല. താങ്കൾ വിശേഷാത്മാക്കൾക്ക് മാത്രമാണ് ഒന്നിലൂടെ 3 സംബന്ധവും പ്രാപ്തമായിരിക്കുന്നത്. ഒരാൾ തന്നെ അച്ഛനുമാണ്, അധ്യാപകനുമാണ്, സദ്ഗുരുവുമാണ്. ഇങ്ങനെ ഒരാളിലൂടെ 3 സംബന്ധം കേവലം ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല. അനുഭവമല്ലേ? അച്ഛന്റെ സംബന്ധത്തിലൂടെ സമ്പത്തും നൽകിക്കൊണ്ടിരിക്കുന്നു, പാലനയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സമ്പത്തും നോക്കൂ, എത്ര ഉയർന്നതും അവിനാശിയുമാണ്. ലോകർ പറയുന്നു നമ്മെ പാലിക്കുന്നയാൾ ഭഗവാനാണ്. എന്നാൽ താങ്കൾ കുട്ടികൾ നിശ്ചയത്തോടെയും ലഹരിയോടെയും പറയുന്നു ഞങ്ങളെ പാലിക്കുന്നയാൾ സ്വയം ഭഗവാനാണ്. ഇങ്ങനെയുള്ള പാലന, പരമാത്മാ പാലന, പരമാത്മാ സ്നേഹം, പരമാത്മാ സമ്പത്ത് ആർക്കാണ് പ്രാപ്തമാകുന്നത്? അപ്പോൾ ഒരാൾ തന്നെ അച്ഛനുമാണ്, പാലനക്കാരിയും ആണ്, അധ്യാപകനും ആണ്. ഓരോ ആത്മാവിന്റെയും ജീവിതത്തിൽ വിശേഷിച്ച് 3 സംബന്ധി ആവശ്യമാണ്. എന്നാൽ 3 സംബന്ധം വേറെ വേറെയാകുന്നു. താങ്കൾക്ക് ഒരാളിൽ നിന്ന് 3 സംബന്ധമാണ്. പഠിപ്പിലും നോക്കൂ, 3 കാലങ്ങളുടെയും പഠിപ്പാണ്. ത്രികാലദർശിയാകുന്നതിനുള്ള പഠിപ്പാണ്. പഠനത്തിനെ വരുമാന മാർഗം എന്ന് പറയുന്നു. പഠനത്തിലൂടെ പദവിയുടെ പ്രാപ്തി ഉണ്ടാകുന്നു. മുഴുവൻ വിശ്വത്തിലും നോക്കൂ, ഏറ്റവും ഉയർന്നതിലും ഉയർന്ന പദവി രാജ്യപദവിയാണെന്നാണ് പാടാറുള്ളത്. അപ്പോൾ താങ്കൾക്ക് പഠിപ്പിലൂടെ എന്ത് പദവിയാണ് പ്രാപ്തമാകുന്നത്? ഇപ്പോഴും രാജാക്കന്മാർ, ഭാവിയിലും രാജ്യപദവി. ഇപ്പോൾ സ്വരാജ്യമുണ്ട്. രാജയോഗി രാജ്യാധികാരിയാണ്. ഭാവിയിലെ രാജ്യഭാഗ്യം അവിനാശി തന്നെയാണ്. ഇതിലും വലിയ പദവി ഉണ്ടാവുകയില്ല. അധ്യാപകനിലൂടെ ശിക്ഷണവും ത്രികാലദർശിയുടേതാണ്. പദവിയും ദൈവിക രാജ്യപദവിയാണ്. ഇങ്ങനെയുള്ള അധ്യാപകന്റെ സംബന്ധം ബ്രാഹ്മണ ജീവിതത്തിലല്ലാതെ എവിടെയുമില്ല, ഉണ്ടാകാൻ സാധ്യവുമല്ല. കൂടാതെ സദ്ഗുരുവിന്റെ സംബന്ധം, സദ്ഗുരുവിലൂടെ ശ്രീമതം. ഈ ശ്രീമതത്തിന്റെ മഹിമയാണ് ഇന്നും ഭക്തിയിൽ പാടപ്പെടുന്നത്. താങ്കൾ നിശ്ചയത്തോടെ പറയുന്നു നമ്മുടെ ഓരോ ചുവടും എന്തിന്റെ ആധാരത്തിലാണ് വെക്കുന്നത്? ശ്രീമതത്തിന്റെ ആധാരത്തിലൂടെ ഓരോ ചുവടും സഞ്ചരിക്കുന്നു. അപ്പോൾ പരിശോധിക്കൂ, ഓരോ ചുവടും ശ്രീമത്തിലൂടെയാണോ നടക്കുന്നത്?
ഭാഗ്യം പ്രാപ്തമാണ്. എന്നാൽ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പ്രാപ്തിയുടെ അനുഭവമുണ്ടോ? ഓരോ ചുവടിലും ശ്രീമതത്തിലൂടെ ആണോ അതോ ഇടയ്ക്കിടെ മന്മത്ത് അല്ലെങ്കിൽ പരമത്ത് കലരുന്നുണ്ടോ? ഇതിന്റെ തിരിച്ചറിവാണ്. അഥവാ ചുവട് ശ്രീമത്തിലാണെങ്കിൽ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ശേഖരണമാകുന്നതിന്റെ അനുഭവമുണ്ടാകും. ചുവട് ശ്രീമത്തിലെങ്കിൽ സഹജമായ സഫലതയാണ്. ഒപ്പമൊപ്പം സദ്ഗുരുവിലൂടെ വരദാനങ്ങളുടെ ഖനി പ്രാപ്തമാണ്. വരദാനമുണ്ട് എന്നതിന്റെ തിരിച്ചറിവ്. എവിടെ വരദാനമുണ്ടോ അവിടെ പ്രയത്നം ഉണ്ടാവുകയില്ല. അപ്പോൾ സദ്ഗുരുവിന്റെ സംബന്ധത്തിൽ ശ്രേഷ്ഠ മതത്തിന്റെയും സദാ വരദാനത്തിന്റെയും പ്രാപ്തിയുണ്ട്. വിശേഷത സഹജ മാർഗത്തിന്റേതാണ്. ഒരാളിൽ 3 സംബന്ധങ്ങൾ ഉണ്ട് എങ്കിൽ ഒരാളെ ഓർമ്മിക്കുക സഹജമാണ്. 3 പേരെ വേറെ വേറെ ഓർമ്മിക്കുന്നതിന്റെ ആവശ്യമില്ല. അതിനാൽ താങ്കൾ എല്ലാവരും പറയുന്നു, ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഇത് സഹജമാണ്. എന്തെന്നാൽ ഒരാളിൽ വിശേഷ സംബന്ധം വരുന്നു. അപ്പോൾ ഭാഗ്യ നക്ഷത്രം തിളങ്ങുകയാണ്. എന്തെന്നാൽ ബാബയിലൂടെ സർവർക്കും പ്രാപ്തികൾ തന്നെയാണ്. 3ാമത്തെ ഭാഗ്യ നക്ഷത്രമാണ് സർവപ്രാപ്തികൾ. മഹിമയുണ്ട്. അപ്രാപ്തമായി ഒരു വസ്തുവുമില്ല ബ്രാഹ്മണരുടെ ഖജനാവിൽ. തന്റെ ഖജനാവുകളെ ഓർമ്മിക്കൂ. ഇങ്ങനെയുള്ള ഖജനാവ് അഥവാ സർവപ്രാപ്തികൾ മറ്റാർക്കും ഉണ്ടാവുകയില്ല. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു, എന്റെ ബാബ, ഖജനാക്കൾ ഹാജർ. എന്നാൽ ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം സദാ സ്മൃതിയിലിരിക്കുന്നതിൽ യഥാക്രമമാണ്. ഇപ്പോൾ ബാപ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിയും കോടിയിലും ചിലരാണ് എങ്കിൽ എല്ലാ കുട്ടികളും യഥാക്രമമല്ല, നമ്പർ 1 ആകണം. അപ്പോൾ അവനവനോട് ചോദിക്കൂ, യഥാക്രമത്തിലാണോ അതോ നമ്പർ 1 ആണോ? എന്താണ്? ടീച്ചർമാർ നമ്പർ 1 ആണോ യഥാക്രമമാണോ? പാണ്ഡവർ നമ്പർ 1 ആണോ അതോ യഥാക്രമമാണോ? എന്താണ്? ആര് മനസ്സിലാക്കുന്നുവോ ഞാൻ നമ്പർ 1 ആണ്, സദാ ആയിരിക്കുമെന്ന്? ഇങ്ങനെയല്ല, ഇന്ന് നമ്പർ 1, നാളെ യഥാക്രമത്തിൽ വരിക. ഇത്രയും നിശ്ചയബുദ്ധിയാണ്. ഞാൻ സദാ ബ്രഹ്മബാബ നമ്പർ 1 എന്ന പോലെ ഇങ്ങനെ ഫോളോ ബ്രഹ്മബാബ നമ്പർ 1 ആണ്. ആയിരിക്കുകയും ചെയ്യും. അവർ കൈ ഉയർത്തു. ആണോ? വെറുതെ കൈ ഉയർത്തുകയല്ല, ആലോചിച്ച് മനസ്സിലാക്കി കൈ ഉയർത്തു. നീട്ടി ഉയർത്തു. പകുതി ഉയർത്തുകയെങ്കിൽ പകുതിയാണ്. കൈ വളരെ പേർ ഉയർത്തിയിട്ടുണ്ട്. കണ്ടു, ദാദി കണ്ടു. ഇപ്പോൾ ഇവരുടെ, അതായത് നമ്പർ 1 കാരിൽ നിന്ന് കണക്കെടുക്കൂ. ജനക്ക്, അതായത് ദാദി ജാനകി കണക്കെടുക്കുക. ഡബിൾ വിദേശികൾ കൈ ഉയർത്തു. നമ്പർ 1 കൈ ഉയർത്തി. ബാബ് ദാദയുടെ ഹൃദയം സന്തോഷിപ്പിച്ചു. ആശംസകൾ. ശരി, കൈ ഉയർത്തി. ഇതിന്റെ അർത്ഥമാണ് താങ്കൾക്ക് സ്വയം ധൈര്യമുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ബാബ് ദാദയും സഹായി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ബാബ് ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്പർ 1 ആകണം. ഇത് സന്തോഷത്തിന്റെ കാര്യമാണ്. പക്ഷേ എന്താണ് എന്ന് പറയട്ടെ? അതോ പക്ഷേ ഇല്ല എന്നാണോ? ബാബ് ദാദയുടെ അടുക്കൽ പക്ഷേ ഉണ്ട്. ബാബ് ദാദ കണ്ടു, മനസ്സിൽ ലയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സ് വരെയുണ്ട്, മുഖത്തും പെരുമാറ്റത്തിലും വരെ പ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോൾ ബാബ് ദാദ നമ്പർ 1ന്റെ സ്ഥിതി പെരുമാറ്റത്തിലും മുഖത്തും കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇനി സമയാനുസരിച്ച് നമ്പർ 1 എന്ന് പറയുന്നവർക്ക് ഓരോ പെരുമാറ്റത്തിലും ദർശനീയ മൂർത്തിയായി കാണപ്പെടേണ്ടതുണ്ട്. താങ്കളുടെ മുഖം പറയട്ടെ,
ഇത് ദർശനീയ മൂർത്തിയാണ്. താങ്കളുടെ ജഡചിത്രം അന്തിമ ജന്മം വരേക്കും, അന്തിമ സമയം വരേക്കും ദർശനമൂർത്തിയായി അനുഭവപ്പെടുന്നു. ചൈതന്യത്തിലും ബ്രഹ്മബാബയെ സാകാര സ്വരൂപത്തിൽ കണ്ടതുപോലെ പിന്നീടാണ് മാലാഖയായത്. എന്നാൽ സാകാര സ്വരൂപത്തിലുണ്ടായിട്ടും താങ്കൾ എല്ലാവർക്കും എന്താണ് കാണപ്പെട്ടിരുന്നത്? സാധാരണമായി കാണപ്പെട്ടിരുന്നുവോ? അന്തിമ 84-ാം ജന്മം, പഴയ ജന്മം, 60 വയസ്സിന് ശേഷമുള്ള പ്രായം, എന്നിട്ടും ദർശനീയ മൂർത്തിയായി അനുഭവം ചെയ്തില്ലേ? സാകാര സ്വരൂപത്തിൽ ചെയ്തില്ലേ? ഇങ്ങനെ ആര് നമ്പർ 1 ആയി കൈ ഉയർത്തിയോ ടിവിയിൽ എടുത്തുവല്ലോ. ബാപ്ദാദ അവരുടെ ഫയൽ നോക്കും. ഫയലുണ്ടല്ലോ ബാപ്ദാദയുടെ അടുക്കൽ. അപ്പോൾ ഇനി മുതൽ താങ്കളുടെ ഓരോ പെരുമാറ്റത്തിലും അനുഭവമാകണം. കർമ്മം സാധാരണമാകട്ടെ. ഏതൊരു ജോലി ചെയ്യുമ്പോഴും, ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഡോക്ടർ ആയിരിക്കുകയാണെങ്കിലും, വക്കാലത്ത് നടത്തുകയാണെങ്കിലും, എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും, ഏത് സ്ഥാനത്ത് താങ്കൾ ആരുമായി സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവർ താങ്കളുടെ പെരുമാറ്റത്തിലൂടെ ഇങ്ങനെ തിരിച്ചറിയണം, ഇവർ വേറിട്ടതും അലൗകികവുമാണല്ലോ. അതോ സാധാരണമായി മനസ്സിലാക്കുന്നുവോ ഇങ്ങനെയാണല്ലോ ലൗകികരും? ജോലിയുടെ വിശേഷതയല്ല, എന്നാൽ പ്രായോഗിക ജീവിതത്തിന്റെ വിശേഷത. വളരെ നല്ല ബിസിനസ്സാണ്, വളരെ നന്നായി വക്കാലത്ത് ചെയ്യുന്നു, വളരെ നല്ല ഡയറക്ടറാണ്, ഇതൊക്കെ ധാരാളമുണ്ട്. വിശേഷ ആത്മാക്കളുടെ പേരടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകവുമുണ്ടല്ലോ. ധാരാളം പേരുടെ പേരുകൾ അതിലടങ്ങിയിട്ടുണ്ട്. ഇവർ ഈ വിശേഷത ചെയ്തു, ഇത് ഇവർ ചെയ്ത വിശേഷതയാണ് എന്ന്. ആരെല്ലാം കൈ ഉയർത്തിയോ എല്ലാവരും ഉയർത്തേണ്ടതാണ്. എന്നാലും ആരുയർത്തിയോ അവർ ഉയരേണ്ടത് തന്നെയാണ്. താങ്കളുടെ പ്രത്യക്ഷ പെരുമാറ്റത്തിൽ വ്യത്യാസം കാണപ്പെടണം. ഇപ്പോൾ ശബ്ദം വ്യാപിച്ചിട്ടില്ല. വ്യാപാരത്തിലായാലും എവിടെ ജോലി ചെയ്താലും ഓരോ ആത്മാവും പറയണം, ഇവർ സാധാരണ കർമ്മം ചെയ്തുകൊണ്ടും ദർശനീയ മൂർത്തിയാണെന്ന്. ഇങ്ങനെ സാധിക്കുമോ? മുന്നിലുള്ളവർ പറയൂ, സാധിക്കുമോ? ഇപ്പോൾ റിസൾട്ടിൽ കുറച്ചേ കേൾക്കാനുള്ളൂ. സാധാരണത കൂടുതൽ കാണപ്പെടുന്നു. അതെ, ചിലപ്പോൾ എന്തെങ്കിലും വിശേഷ കാര്യം ചെയ്യുമ്പോൾ വിശേഷ ശ്രദ്ധ വയ്ക്കുന്നു, അപ്പോൾ ശരിയായി കാണപ്പെടുന്നുണ്ട്. എന്നാൽ താങ്കൾക്ക് ബാബയോട് സ്നേഹമാണ്. ബാബയോട് സ്നേഹമാണോ? എത്ര ശതമാനം? ടീച്ചർമാർ കൈ ഉയർത്തു. ഒരുപാട് ടീച്ചർമാർ വന്നിട്ടുണ്ട്. സാധിക്കുമോ? അതോ ഇടയ്ക്ക് സാധാരണം, ഇടയ്ക്ക് വിശേഷം എന്നാണോ? വാക്കുകളും എന്താണ് പുറപ്പെടുന്നത്? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭാഷയും അലൗകികമാകണം, സാധാരണ ഭാഷയല്ല. ഇപ്പോൾ ബാപ് ദാദയ്ക്ക് എല്ലാ കുട്ടികളിലും ഈ ശ്രേഷ്ഠ ആശയാണ്. പിന്നീട് ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകും. താങ്കളുടെ കർമ്മം, പെരുമാറ്റം, മുഖം സ്വതവേ തന്നെ തെളിയിക്കും. പ്രഭാഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയില്ല. പ്രഭാഷണം ഒരു അസ്ത്രം തൊടുക്കലാണ്. ഇവരെ തയ്യാറാക്കുന്നതാരാണ് എന്നതിലാണ് പ്രത്യക്ഷത ഉണ്ടാകുന്നത്. സ്വയം അന്വേഷിക്കും, സ്വയം ചോദിക്കും, താങ്കളെ തയ്യാറാക്കുന്നയാൾ ആരാണ്? രചന രചയിതാവിനെ പ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ ഈ വർഷം എന്ത് ചെയ്യും? ദാദി പറഞ്ഞു, ഗ്രാമസേവനം ചെയ്യണം. അത് ചെയ്തോളൂ. എന്നാൽ ബാപ് ദാദ ഇപ്പോൾ ഈ പരിവർത്തനം കാണുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷത്തിൽ സംഭവിക്കുമോ? ഒരു വർഷത്തിൽ. രണ്ടാമത്തെ സീസൺ ആരംഭിക്കുമ്പോൾ വ്യത്യാസം കാണപ്പെടണം. എല്ലാ സെന്ററുകളിൽ നിന്നും ശബ്ദമുയരണം. മഹാപരിവർത്തനം. പിന്നീട് ഗീതം പാടും,
പരിവർത്തനം, പരിവർത്തനം. സാധാരണ വാക്കുകൾ താങ്കളുടെ ഭാഗ്യത്തെ നല്ലതാക്കില്ല. കാരണം ഞാൻ എന്ന ഭാവമാണ്. ഈ ഞാനെന്ന ഭാവം ഞാനെന്ത് ചിന്തിച്ചു, ഞാനെന്ത് പറഞ്ഞു, ഞാനെന്ത് ചെയ്യുന്നു, അതാണ് ശരി എന്ന ഞാനെന്ന ഭാവം കാരണം അഭിമാനവും വരുന്നു, ക്രോധവും വരുന്നു. രണ്ടും തന്റെ ജോലി ചെയ്യിക്കുന്നു. എല്ലാം ബാബയുടെ പ്രസാദമാണ്. ഈ ഞാൻ എവിടെ നിന്ന് വന്നു? പ്രസാദത്തെ എന്താ ആരെങ്കിലും ഞാൻ എന്ന ഭാവത്തിൽ എടുക്കുമോ? അത് ബുദ്ധിയാകട്ടെ, കഴിവാകട്ടെ, എന്തെങ്കിലും വിശേഷതയുമാകട്ടെ. ബാപ്ദാദ വിശേഷതയ്ക്ക്, ബുദ്ധിക്ക് സമാനം നൽകുന്നു. എന്നാൽ ഞാൻ എന്നത് കൊണ്ടുവരാതിരിക്കൂ. ഈ ഞാൻ എന്ന ഭാവം സമാപ്തമാക്കൂ. ഇത് സൂക്ഷ്മ ഞാനെന്ന ഭാവമാണ്. അലൗകിക ജീവിതത്തിൽ ഞാനെന്ന ഭാവം ദർശനീയ മൂർത്തിയാകാൻ അനുവദിക്കുകയില്ല. ഇപ്പോൾ ദാദിമാർ എന്താണ് മനസ്സിലാക്കുന്നത്? പരിവർത്തനം സാധ്യമാണോ? 3 പാണ്ഡവരും, അതായത് നിർവൈർ ഭായ്, രമേഷ് ഭായ്, ബ്രിജ് മോഹൻ ഭായ്, പറയൂ, ഇവർ 3 പേരും വിശേഷപ്പെട്ടതല്ലേ? 3 പേരും പറയൂ, സാധിക്കുമോ, സാധിക്കുമോ, സാധിക്കുമോ? ശരി, ഇപ്പോൾ ഇതിന്റെ കമാൻഡർ ആവുക. കാര്യത്തിലല്ല കമാൻഡർ, പരിവർത്തനത്തിൽ കമാൻഡർ ആവുക. മധുബൻകാർ ആകുമോ? ആകുമോ? മധുബൻകാർ കൈ ഉയർത്തു. ശരി, ആകുമോ? ബോംബെയിലുള്ളവർ കൈ ഉയർത്തു. യോഗിനിയും ഇരിക്കുന്നുണ്ട്, അതായത് യോഗിനി ബഹൻ, വില്ലെപാർല. ബോംബെക്കാരാകുമോ? അഥവാ ആകുമെങ്കിൽ കൈവീശു. നല്ലത്. ദില്ലിക്കാർ കൈ ഉയർത്തു. അപ്പോൾ ദില്ലിക്കാർ ചെയ്യുമോ? ടീച്ചർമാർ പറയൂ. നോക്കൂ, ബാബ ഓരോ മാസവും റിപ്പോർട്ട് എടുക്കും. ധൈര്യമില്ലേ? ആശംസകൾ. ശരി, ഇൻഡോറുകാർ കൈ ഉയർത്തു. ഇൻഡോറിലെ ടീച്ചർമാർ കൈ ഉയർത്തു. അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യുമോ? കൈ വീശു. മുഴുവൻ കൈകളും വീശുന്നില്ല. ചെയ്യുമോ? ചെയ്യിക്കുമോ? ദാദിമാർ നോക്കണം, കണ്ടുകൊണ്ടിരിക്കുകയാണ് ടിവിയിൽ. ഗുജറാത്ത് കൈ ഉയർത്തു. ഗുജറാത്ത് ചെയ്യുമോ? കൈ വീശുന്നത് എളുപ്പമാണ്. ഇപ്പോൾ മനസ്സിന്റെ കൈ വീശണം. എന്തുകൊണ്ട്? താങ്കൾക്ക് ദയ തോന്നുന്നില്ലേ ഇത്രയും ദുഃഖം കണ്ടിട്ട്? ഇപ്പോൾ പരിവർത്തനമുണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ? ഇനി പ്രത്യക്ഷതയുടെ പദ്ധതിയാണ് പ്രത്യക്ഷ ജീവിതം. ബാക്കി പരിപാടികൾ ചെയ്യുന്നു, ബിസിയായിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ പ്രത്യക്ഷത ഉണ്ടാവുക താങ്കളുടെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയുമാണ്. മറ്റേതെങ്കിലും സോൺ ബാക്കിയുണ്ടോ? യുപിക്കാർ കൈ ഉയർത്തു. യുപി കുറവാണ്. ശരി, യുപി ചെയ്യുമോ? മഹാരാഷ്ട്രക്കാർ കൈ ഉയർത്തു. നീട്ടി ഉയർത്തു. ശരി, മഹാരാഷ്ട്ര ചെയ്യുമോ? ആശംസകൾ. രാജസ്ഥാൻ ഉയർത്തു. ടീച്ചർമാർ കൈവീശു. കർണാടക ഉയർത്തു. ശരി, കർണാടക ചെയ്യുമോ? ആന്ധ്രാപ്രദേശ് കൈ ഉയർത്തു. ഡബിൾ വിദേശികൾ കൈ ഉയർത്തു. ജയന്തി എവിടെയാണ്? ചെയ്യുമോ ഡബിൾ വിദേശികൾ? സഭയുടെ ഇടയിൽ നിന്നാണ് പറഞ്ഞത്. എല്ലാവരും ധൈര്യം വളരെ നന്നായി കാണിച്ചു. ഇതിന് കോടി മടങ്ങ് ആശംസകൾ. പുറമേയും കേട്ടുകൊണ്ടിരിക്കുന്നു. തന്റെ രാജ്യത്തും കേട്ടുകൊണ്ടിരിക്കുന്നവരും കൈ ഉയർത്തുകയാണ്. ഇങ്ങനെയും നോക്കൂ, ശ്രേഷ്ഠാത്മാക്കൾ ആരാണോ അവരുടെ ഓരോ വചനവും സത്വചനം എന്ന് പറയുന്നു. പറയാറില്ലേ സത്വചനം മഹാരാജ്? താങ്കൾ മഹാമഹാരാജാവ് ആണ്. താങ്കൾ എല്ലാവരുടെയും ഓരോ വചനവും എന്ത് കേൾക്കുന്നുവോ അത് ഹൃദയത്തിൽ അനുഭവം ചെയ്യണം സത്വചനമാണ് എന്ന്. മനസ്സിൽ വളരെ നന്നായി താങ്കൾ നിറച്ചിട്ടുണ്ട്. ബാബ് ദാദയുടെ അടുക്കൽ മനസ്സിനെ കാണാനുള്ള ടിവിയും ഉണ്ട്.
ഇവിടെ ഈ TV പുറമേയുള്ള മുഖമല്ലേ കാണിക്കുന്നത്. എന്നാൽ ബാബ് ദാദയുടെ അടുക്കൽ ഓരോരുത്തരുടെയും ഓരോ സമയത്തെയും മനസ്സിന്റെ ഗതിയുടെ യന്ത്രമാണ്. മനസ്സിൽ വളരെയധികമുണ്ട്. മനസ്സിന്റെ TV കാണുമ്പോൾ സന്തോഷിക്കുന്നു. ധാരാളം ഖജനാവുണ്ട്, ധാരാളം ശക്തികളുണ്ട്. എന്നാൽ കർമ്മത്തിൽ യഥാശക്തിയായി പോകുന്നു. ഇപ്പോൾ കർമ്മത്തിലേക്ക് കൊണ്ടുവരൂ, ശബ്ദത്തിലേക്ക് കൊണ്ടുവരൂ, മുഖത്തിലേക്ക് കൊണ്ടുവരൂ, പെരുമാറ്റത്തിലേക്ക് കൊണ്ടുവരൂ. അപ്പോഴാണ് എല്ലാവരും പറയുക, താങ്കളുടെ ഒരു ഗീതമില്ലേ, ശക്തികൾ വന്നു കഴിഞ്ഞു. എല്ലാവരും ശിവന്റെ ശക്തികളാണ്, പാണ്ഡവരും ശക്തികളാണ്. പിന്നെ ശക്തികൾ ശിവബാബയെ പ്രത്യക്ഷമാക്കും. ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ നിർത്തൂ. ഇനി വാനപ്രസ്ഥ സ്ഥിതിയെ പ്രത്യക്ഷമാക്കൂ. അപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഈ സമയം ബാബ്ദാദയുടെ ആശകളെ പൂർണ്ണമാക്കുവാനുള്ള ആശാ നക്ഷത്രങ്ങളായി കാണുകയാണ്. ഏതെങ്കിലും പ്രശ്നം വന്നാൽ ഈ സ്ലോഗൻ ഓർമ്മിക്കുക: പരിവർത്തനം, പരിവർത്തനം, പരിവർത്തനം. അപ്പോൾ ഇന്ന് ബാബ്ദാദ പറയുന്നതിലെ ഒരു വാക്ക് മറക്കരുത്. അത് ഏതാണ്? പരിവർത്തനം. എനിക്ക് മാറണം, മറ്റുള്ളവരെ മാറ്റി മാറുകയല്ല. എനിക്ക് മാറി മറ്റുള്ളവരെ മാറ്റണം. മറ്റുള്ളവർ മാറുകയാണെങ്കിൽ ഞാൻ മാറാം എന്നല്ല. എനിക്ക് നിമിത്തമാകണം. എനിക്ക് തന്നെ അർജുനനാകണം. അപ്പോഴേ ബ്രഹ്മബാബയ്ക്ക് സമാനം നമ്പർ 1 നേടുകയുള്ളൂ. ബ്രാക്കറ്റിൽ പിറകിലുള്ളവർ കൈ ഉയർത്തു. പിറകിലുള്ളവർക്ക് ബാബ്ദാദ ആദ്യ നമ്പർ സ്നേഹസ്മരണ നൽകുകയാണ്. ശരി, നാനാഭാഗത്തെയും വളരെ 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 ഭാഗ്യശാലി ആത്മാക്കൾക്ക്, മുഴുവൻ വിശ്വത്തിനും നടുവിൽ കോടിയിലും ചിലരിലും ചില വിശേഷ ആത്മാക്കൾക്ക് സദാ തന്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ബാബ്ദാദയെ പ്രത്യക്ഷമാക്കുന്ന വിശേഷ കുട്ടികൾക്ക്, സദാ സഹയോഗത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധനത്തിൽ കഴിയുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബ്രഹ്മബാബയ്ക്ക് സമാനം ഓരോ കർമ്മത്തിലും അലൗകിക കർമ്മം ചെയ്യുന്ന അലൗകിക ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വിങ്ങുകളുടെ സേവനങ്ങളെ പ്രതി ബാബ്ദാദയുടെ പ്രേരണകൾ. വിങ്ങുകളുടെ സേവനത്തിൽ നല്ല റിസൾട്ട് കാണപ്പെടുന്നു. എന്തെന്നാൽ ഓരോ വിങ്ങും പ്രയത്നിക്കുന്നു, സമ്പർക്കം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ബാബ്ദാദ ആഗ്രഹിക്കുന്നു മെഡിക്കൽ വിങ് മെഡിറ്റേഷനിലൂടെ ഹൃദയത്തിന്റെ കാര്യം പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചതുപോലെ തെളിയിച്ചു. മെഡിറ്റേഷന് ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകളെ ശരിയാക്കാൻ സാധിക്കും. തെളിവ് നൽകിയിരിക്കുന്നു. തെളിവ് നൽകിയില്ലേ? താങ്കളെല്ലാവരും കേട്ടില്ലേ? ഇങ്ങനെ ലോകർ പ്രത്യക്ഷ തെളിവ് ആഗ്രഹിക്കുന്നു. ഇതേ തരത്തിൽ വിങ്ങുകൾ ഏതെല്ലാം വന്നിട്ടുണ്ടോ പരിപാടി ചെയ്യുക തന്നെ വേണം, ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കൂ. പ്രാക്ടിക്കൽ റിസൾട്ട് എല്ലാവർക്കും മുന്നിൽ വരണം. എല്ലാ വിങ്ങുകൾക്കും വേണ്ടിയാണ് ബാബ്ദാദ പറയുന്നത്. ഇത് ഗവൺമെന്റ് വരെയും എത്തിച്ചേർന്നുവല്ലോ. അവിടെ ശബ്ദം വ്യാപിക്കുന്നുണ്ട്. മെഡിറ്റേഷനിലൂടെയും സാധിക്കും എന്ന്. ഇപ്പോൾ ഇതിനെ ഇനിയും വർദ്ധിപ്പിക്കണം. ഇപ്പോൾ പ്രാക്ടിക്കൽ തെളിവ് നൽകൂ. അങ്ങനെ ഈ കാര്യം പരക്കണം. മെഡിറ്റേഷനിലൂടെ എല്ലാം സാധിക്കും. എല്ലാവരുടെയും ശ്രദ്ധ മെഡിറ്റേഷന്റെ നേർക്ക് ആകണം, ആധ്യാത്മികതയുടെ നേർക്ക് ആകണം. മനസ്സിലായോ? ശരി. വരദാനം: സൈലൻസിന്റെ ശക്തിയിലൂടെ വിശ്വത്തിൽ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കുന്ന ശാന്തസ്വരൂപമായി ഭവിക്കട്ടെ. ഇങ്ങനെയൊരു മഹിമയുണ്ട്. സയൻസിന് മേൽ സൈലൻസിന്റെ വിജയം. ശബ്ദത്തിന്റെ അല്ല. എത്രത്തോളം സമയവും സമ്പൂർണതയും സമീപം വന്നുകൊണ്ടിരിക്കുന്നുവോ
അത്രത്തോളം സ്വതവേ തന്നെ ശബ്ദത്തിലേക്ക് അധികം വരുന്നതിൽ വിരക്തി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എത്ര ആഗ്രഹിച്ചിട്ടും ശബ്ദത്തിലേക്ക് പോകുന്നത് ഒരു ശീലമായതുപോലെ നിങ്ങൾ സ്വതവേ തന്റെ ശബ്ദത്തിന് ഉപരിയായി മാറും. പരിപാടിയുണ്ടാക്കി ശബ്ദത്തിലേക്ക് വരും. ഈ മാറ്റം കാണപ്പെടുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കൂ, ഇനി വിജയത്തിന്റെ പെരുമ്പറ മുഴങ്ങാൻ പോവുകയാണ്. ഇതിനു വേണ്ടി എത്ര സമയം ലഭിക്കുമോ ശാന്തസ്വരൂപസ്ഥിതിയിൽ കഴിയുന്നതിന്റെ അഭ്യാസിയാകൂ. സ്ലോഗൻ: സീറോ ബാബയോടൊപ്പം കഴിയുന്നവരാണ് ഹീറോ പാർട്ട്ധാരി. തന്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിന്റെ സേവനം ചെയ്യൂ. വർത്തമാന സമയം വിശ്വമംഗളം ചെയ്യുന്നതിനുള്ള സഹജമാർഗം തന്റെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ സർവാത്മാക്കളുടെയും അലയുന്ന ബുദ്ധിയെ ഏകാഗ്രമാക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെ സർവാത്മാക്കൾ വിശേഷിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്: അലയുന്ന ബുദ്ധി ഏകാഗ്രമാകണം, അഥവാ മനസ്സ് ചഞ്ചലതയിൽ നിന്ന് ഏകാഗ്രമാകണം. ഈ വിശ്വത്തിന്റെ യാചന അഥവാ ആഗ്രഹം അപ്പോഴാണ് പൂർത്തീകരിക്കുവാൻ സാധിക്കുക എപ്പോഴാണോ ഏകാഗ്രമായി മനസാശക്തികളുടെ ദാനം നൽകുന്നത്. ഓം ശാന്തി.